ഓക്കെ അല്ലേ? ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ നിൽക്കാത്ത അവിടെ? ആ അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചില്ലേ ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മള് ഫർസാന്റെ ഒരു ഇടുവാ എന്താ ആയിക്കോട്ടെ പറയില്ല. ഫസ്റ്റ് നമ്മൾ തരാം. ഫർസാൻ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോ യൂട്യൂബ് ചാനൽ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുകയാണ്. അപ്പൊ ഈ വ്ലോഗ് കാണുന്ന എല്ലാവരും ഫർസാന്റെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? പിന്നെന്താ, നമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. ഞാന് വെയിറ്റ് ആക്കി ഒരു കോൾ വരുന്നുണ്ട്. അപ്പോതിനൊന്ന് പറയട്ടോ. അപ്പൊ എന്താണ്? ഹലോ, ഞാനിപ്പോ ഒരു ട്രാപ്പിൽ പെട്ടൊക്കെയാണ്. കൊറേ നേരം ഇങ്ങനെ ലാവിടെ എന്താ വെച്ചാല് നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ നമുക്കിപ്പോ അതെന്താ അങ്ങനെ ഒഴിവാക്കണതിനാ? ഒഴിവാക്കിയില്ല, ഇവിടെ നിൽക്കിയതാണേ. അതെന്താ വെച്ചാ കോൾ എന്താ വെച്ചാ ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ഞങ്ങളെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളെ സ്കൂൾ ഗ്രൂപ്പിൽ ഞാൻ എന്താ ചെയ്യണേ, എല്ലാരെയും പറയ് എന്താ എല്ലാരും ഞാൻ അങ്ങനെ ഓരോ വീഡിയോ ഇട്ടാണ്ട് ഇങ്ങനെ ഭീഷണിപ്പെട്ടു. ലാസ്റ്റ് അവരെല്ലാരും എനിക്കിട്ടുണ്ടാക്കി. ഇതിപ്പോ ഞാനാകെ കുടുങ്ങി കിടക്കണം, ആകെ നാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരുത്തന്റെ വീഡിയോ എടുത്താണ് ടിക്ടോക്ക് വീഡിയോ ഗ്രൂപ്പിലിട്ടോ. എന്നിട്ട് ഓനെ വിളിച്ചാണ്ട് 500 എന്നാ ഡിലീറ്റ് ആക്കുക, 1000 ഡിലീറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ പാടെ ഇവന്റെ ഒരു വീഡിയോ ഇറക്കി. എന്നിട്ട് അത് ഡിലീറ്റ് ആക്കാഞ്ഞ് പിന്നെ 1000 പിന്നെ അങ്ങോട്ട് കൊടുക്കണം. ആ അവസ്ഥയിലാ പോലെ. ഒരാവശ്യമില്ല ഇനി, ഒരാവശ്യമില്ലാതെ എടുപ്പതൊക്കെ ഗ്രൂപ്പിൽ പറഞ്ഞാല് നമ്മളെ സ്കൂളത്തെ എല്ലാവരും ഉണ്ട്. ബോയ്സും ഗേൾസും മിക്സ്ഡ് ആണ്, എല്ലാവരും ഉണ്ട്. ആ ഗ്രൂപ്പ് കട്ടിക്കണത് എന്നിട്ട് ബേജാറായി നിൽക്കണ ചെക്കൻ. അപ്പൊ പിന്നെ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എന്താന്ന് വന്നിട്ട് വെച്ചാൽ കൊടുത്തേക്കല്ല. ഒരു 2-3 ദിവസം മുന്നേ, രണ്ടാഴ്ച അല്ലേ, 2 ആഴ്ച മുന്നേ ഫർസാൻ ഒരു ഒരു ഷോർട്സ് ഉണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ചോദിച്ചത് എന്താണ് ഫർസാന് പറ്റിയത്, എന്താണ് ഫർസാന് പറ്റിയത്, എന്താണ് ഫർസാന് പറ്റിയത് എന്ന് ചോദിച്ചില്ലേ. അപ്പൊ എന്താണ് പറ്റിയതെന്ന് നമ്മൾ പറയാണ്ട് സ്പ്രേ കടിച്ചിട്ട് ചെയ്യാനേ കഴിച്ചല്ല. ഇവിടെ നിന്നും കിട്ടൂല, ഇവിടെ നിന്നും കിട്ടൂല. സാധനം കിട്ടില്ല കേട്ടോ. ഫർസാന്റെ ഏട്ടൻ ഗൾഫിൽ നിന്നിരിക്കണം. അപ്പൊ അർബാനിന്ന് ഫർസാന്റെ പുതിയ ഫോൺ നമ്മള് വ്ലോഗ് എടുക്കണ സർപ്രൈസ് ഫോൺ കണ്ടില്ലേ, 70 Pro Max. അപ്പോ എന്താണ് ഫർസാനെന്ന് കാര്യം, ഫർസാന്റെ കയ്യിന് എന്തോ പറ്റിയിരിക്കണേ. അപ്പൊ എനിക്കിപ്പോ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞു. അതിനുശേഷം എനിക്കും ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞില്ലേ. ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ പന്നി വിളിച്ചാൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവന്റെ കാണാൻ ഏറ്റവും വലിയൊരു വേദന. അത് മാത്രം നല്ല സൈക്കിളിന്റെ വന്ന് ഇവന്റെ കാണും. കാരണം ഇന്റെ ജസ്റ്റ് തോല് വെക്കാതെ ഇങ്ങനത്തെ ചെറിയ മുറികളുള്ളൂ ഇവിടെ മൊത്തത്തിൽ വെട്ടിപ്പോയേക്കാണ് അല്ലെ. അപ്പൊ എന്താണ് ഇതില് ഫർസാനെ നമുക്ക് ഇത് പറഞ്ഞു കേട്ടോ. കാരണം കുറെ കമന്റ് ഇട്ട് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞു കൊടുത്താ. എന്താ വെച്ചാ നമ്മള് വണ്ടിന്റെ ചെയിന് ലൂബ് അടിക്കാൻ വേണ്ടി, ബുള്ളറ്റിന്റെ ലൂബ് അടിക്കാൻ വേണ്ടി ചെയിന് ക്ലീൻ ആക്കിയതാണ്. ശീലഖണ്ഡം കൊണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയതാണ്. നേരെ സോക്കറ്റിക്കാണ് കയറിയാണ്ട് ഒറ്റ വലി എലിന്റെ കൈയിന്റെ വലത്തെ പത്ത് അത് നമ്മള് കാണിച്ചു തരുന്നില്ല, അത് ശരിയായി വരുന്നുള്ളൂ. അപ്പൊ വിരലിന്റെ ഇബടിയും കൈറ്റില് തുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഒരു അയ്യല്ല മാത്രല്ലേ, തുമ്പ് ജസ്റ്റ് പോയിക്കാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ പോയിക്കാണ് ഈ നഖത്തിന്റെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വണ്ടി ഈ ചെയിന് കൈകാൻ ഒരു ബ്രഷർ സംഭവം ഉണ്ട്. അത് ഉണ്ടായതുകൊണ്ട് എന്തിനാന്റെ ഏട്ടന് മര്യാദക്ക് പറഞ്ഞൊരു വട്ടം എന്ത് അങ്ങനെ ചെയ്യണ്ട. പിന്നെ എന്തുകൊണ്ട് ഈ പറഞ്ഞാ കേട്ടില്ല. അങ്ങനെയല്ലല്ലോ ജീവിതവും. ഇപ്പൊ നമുക്കിപ്പോ അപ്പൊ തോന്നുന്നു നമ്മളങ്ങനെ ചെയ്യാം. നമ്മള് പിന്നെ ഒറ്റമൈൻഡ് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്താ ചെയ്യണം. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ അങ്ങനെ ചെയ്തു. ഫസ്റ്റ് അന്ന് ഞങ്ങൾ എടുക്കാം. ഞങ്ങൾ അന്ന് അനുവിനൊപ്പം നിലമ്പൂർ പാട്ടുത്സവത്തിന് പോകാൻ നിൽക്കുക. എന്നിട്ട് ഞാൻ ഫർസാനെ വിളിച്ചു. ഫർസാനെ എവിടെ എന്ന പാട്ടിന് പോലെ എന്ന് പറഞ്ഞാൽ അന്ന് നിൽക്ക് വരാറില്ല. പിന്നെ അവനെ ഫോൺ കഴിച്ചിട്ട് കിട്ടില്ല. അതിൽ ഞങ്ങൾ പോയി. അതിൽ പിന്നെ ഉണ്ട് ഞാൻ ലടച്ച് പോയി. എന്റെ കയ്യ് മുറിയിരിക്കണ. ഞാൻ എന്താ സാധാ ഒരു ചെറിയൊരു മുറിയാണ് എഴുതിയിരിക്കണേ. പിന്നെണ്ടോ ഫോട്ടോ അയച്ചിട്ടുണ്ട് കെട്ടിയാണ്ട് കഞ്ചുമ്പോ കൂടെ ആകെ ചോര. അതില് അപ്പോഴും വിഷയാക്കില്ല. അതുപോലെ കത്തിയിട്ട് അങ്ങനെ എന്തെങ്കിലും കാണാം. പിന്നെ വിളിച്ചപ്പോ കാര്യം പറയുന്നത് വണ്ടി ചെയിൻ കുടുങ്ങിയായിരുന്നു. പിന്നെ രാത്രി ആയപ്പോണ്ട് ഞങ്ങളിങ്ങനെ പാട്ടുത്സവം കഴിഞ്ഞ് വന്ന് അന്ന് രാത്രി ഞങ്ങൾ ഷട്ടി കളിക്കാൻ പോകാൻ നിൽക്കല്. അന്ന് ഷട്ടി കളിക്കാൻ പോകാൻ നേരത്ത് ഫർസാനെ ഏട്ടൻ്റെ വിളിക്കണേ. പിന്നെ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കണേ. എന്താ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അതിന് ഞങ്ങളെല്ലാരും ഒന്നല്ലതായി. എന്താ വെച്ചാ അപ്പൊ ഞങ്ങളെല്ലാരും മൈൻഡിൽ എന്താ ചെറിയ മുറിയിലെ നിൽക്കണേ.
ഇന്നലെ ഓപ്പറേഷൻക്ക് കയറാനല്ല അന്ന് ഉണ്ടായ എനിക്ക് മാനസികാവസ്ഥകൾ പറഞ്ഞു കൊടുത്താ. മാനസികാവസ്ഥ പറഞ്ഞാൽ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഓപ്പറേഷൻ മേത്ത് ആദ്യമായിട്ടാണ് ഇത്. പിന്നെ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയിട്ട് ആകെ വേജാറും ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ പോളപ്പം വന്നാണ്ട് ആകെ ഇല്ലാണ്ടായി. അപ്പൊ എന്താ വെച്ചാല് പേടിച്ചു. അതിനുള്ളിൽ കയറിയപ്പോ ഞാൻ മൂപ്പരോട് ചോദിച്ചു. മൂപ്പരല്ല അനസ്തേഷ്യ ചെയ്യുന്ന കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു. ഓലൊക്കെ നമ്മളറിയും ഒന്നാണ്ട് ഓലൊക്കെ അവരോട് അങ്ങനെ ചോദിച്ചു എങ്ങനെ വേദന ഉണ്ടാവും. അവനോട് ഇങ്ങനെ ചോദിച്ചാൽ ഇത് എങ്ങനെയാലും ഞൊറക്കിക്കൊണ്ടാ മറ്റേ അനസ്തേഷ്യ സൂചി അടിച്ചുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ 90% പൊയ്ക്കണ്. ആ 10% പാടെ ഓനോട് ഇങ്ങനെ പറയാ ഉറക്കിക്കൊണ്ട് എങ്ങനെയാലും ഒന്ന് ഞമ്മള് ഫർസാനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഏട്ടൻ്റെ വിളിക്കണേ. പിന്നെ ഈ ഫർസാൻ അരമണിക്കൂറല്ലേ ഒരു അരമണിക്കൂർ എന്താണ് പറയാ എന്താ പറയാ അനസ്തേഷ്യ അനസ്തേഷ്യങ്ങൾക്ക് എല്ലാവർക്കും 3 മണിക്കൂറായിട്ട് ഓന് ഓർമ്മ ഉണ്ടാവില്ല ഓൻ എന്താ പറയുന്നത്. ഓനോന്റെ ഏട്ടൻ ചെന്നുട്ടോ. ഏട്ടൻ ചെന്നപ്പോ ഏട്ടനോട് എന്താ പറയുക ജീവിതമാണ് ഇജൊക്കെ അനുഭവിച്ചും കണ്ടോ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇജ് ഇവിടെ കിടക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് ഏട്ടനെ ഭീഷണിപ്പെടുത്തുക. എനിക്ക് ഓർമ്മയില്ലല്ലോ ഞങ്ങനെ പറഞ്ഞിരിക്കണേ. എന്റെ ഏട്ടൻ ഇഞ്ഞോട് പറഞ്ഞ ഇവന് ഓർമ്മ ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല പറഞ്ഞ ഓ അങ്ങനെ എന്തൊരു അനസ്തേഷ്യ അല്ലേ. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓൻ എന്തൊക്കെയോ വിളിച്ചിറങ്ങി. ഞാന് അതിന്റെ ഉള്ളിൽ ഓനെ കാണാൻ പോയിക്കണേ അതൊന്നും ഓൻ അറിയില്ല. വീഡിയോ എടുക്കണ്ടേ കോമി കിടക്കാം അല്ലട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഓരോ വീഡിയോ അങ്ങനെ ആൾക്കാരൊന്നും തെറ്റിരിക്കരുത്. ഇപ്പൊ ഒരാൾ അങ്ങനെ കിടക്കുമ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കാം മോശമാണ്. ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ ജസ്റ്റ് ഓന്റെ കൈയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഓന്റെ കൈയൊക്കെ റെഡി ആയിട്ട് ഓരോ റൂമിൽ നിന്ന് ഇറക്കി റൂമിൽ കയറ്റി ഈ ഓപ്പറേഷൻ റൂമിൽ നിന്ന് ഇറക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓന്റെ റൂമിൽ എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയിക്കണേ. പക്ഷെ അപ്പോഴും ചെറിയൊരു കട്ട് വർത്താനം പറയാനുണ്ട്. അപ്പൊ എന്താ ഞാൻ വീഡിയോ എടുത്ത് ചെന്നു. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സിനൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് എടുക്കാൻ പോയി. അപ്പൊ അതിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും ഓർമ്മയില്ലായിരുന്നു. എന്തൊക്കെയോ പരപരാന്ന് പറയണോന്റെ ഏട്ടൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു എത്ര ദിവസം കൊണ്ട് മാറി കിട്ടി. എക്സാം ഒക്കെ എങ്ങനെ? എക്സാം ഒക്കെ ഒരാളെ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എക്സാം പോയിട്ടോ അവന്റെ ഫസ്റ്റ് എക്സാം പോയിക്കല്ലേ ലാബാണ് അങ്ങനെ മാറ്റി ചിക്കൻ ഇന്റെ ആദ്യത്തെ പരീക്ഷ ലാസ്റ്റിക്കൊക്കെ ആക്കി. ഇപ്പഴത്തെ അങ്ങനെ ഒക്കെ റെഡി ആയിട്ട് കാണും. അപ്പൊ എന്താ ചെയ്യാ അവിടെ ചെറിയ എന്തെങ്കിലും കൊടുക്കണ്ടേ? എങ്ങനെ വെച്ചാല് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇതിങ്ങനെ ജസ്റ്റ് കട്ടായി പോയിക്കാണ് ഇവിടുത്തെ ഇങ്ങനെ. എന്നിട്ട് അവിടെ വേറെ സ്കിന്ന് വെച്ചാണ്ട് അവിടെ തുന്നിയേക്കാണ് ഇതിന്റെ. എനിക്ക് എന്താ വെച്ചാൽ ടൈം കിട്ടിയില്ല. ഇനി ഒന്നാമത് ഞങ്ങള് ഇതിന്റെ വ്ലോഗ് എടുക്കണം എന്നിങ്ങനെ കരുതിക്കേനി. പിന്നെ ഒന്നാമത് ടൈമും കിട്ടിയില്ല. പിന്നെ ഫർസാൻ എന്താ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും അത് മാക്സിമം സപ്പോർട്ട് ചെയ്യാ. പുതിയ ഫോണൊക്കെ എടുത്തില്ല. ഇനി ഓന് ഇതുവരെ ഓരോരുത്തർ ഇല്ലല്ലോ അവര് പറയുമ്പോഴേ ഇതുവരെ ഓരോരുത്തർ ആൻഡ്രോയിഡ് ഒരു 5-6 കൊല്ലായിട്ട് നമ്മളത് തന്നെ ആൻഡ്രോയിഡ് തന്നെ. ഒരു അവന്റെ ഏട്ടന് ഗൾഫിൽ നിന്ന് ഓഫർ കൊടുത്തില്ല. ഞങ്ങൾ ആ നോമ്പിന്റെ ടൈമിൽ കയറി അന്ന് ഇതിലെ അവന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോൺ എടുത്തോ അന്ന് ജിന്നിയും കൊണ്ട് ഫോൺ നോക്കാൻ പറ്റും ഓർമ്മ ഉണ്ട് നിലമ്പൂര്. അന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞു എടുത്തോ. എന്റെ ഏട്ടൻ പറഞ്ഞിട്ടല്ലേ ലാസ്റ്റ് എന്താട്ടി ഓന് ഒരു മൈൻഡില്ല അങ്ങനെ നടന്നു. ലാസ്റ്റ് ഓന്റെ ഏട്ടൻ ഗൾഫിൽ നിന്നുണ്ട് സർപ്രൈസ് ആയിട്ട് അയച്ചു കൊടുത്തു. സർപ്രൈസ് വ്ലോഗ് സൗദിയിൽ വലിയ കണ്ടു നമ്മൾ നിങ്ങൾ കരുതുന്നത്. അപ്പോ എന്താ പറയാ ഫർസാന്റെ ബ്ലോഗിന്റെ ലിങ്ക് നമ്മള് താഴെ കൊടുക്കണ്ടേ. പിന്നെ ബ്ലോഗിനെ എടുക്കും എന്താ ജീവിതത്തിലേക്ക്. വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. അത് എന്താണെന്നില്ല നമ്മൾ അടുത്ത വ്ളോഗില് പറയുന്നതാണ്. ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ അടുത്ത വ്ളോഗിൽ പറയണേ. ഈ വ്ളോഗിൽ പറയാം. ഈ വ്ളോഗ് നമ്മൾ ജസ്റ്റ് ഫർസാന്റെ കാര്യം ഒന്ന് ജസ്റ്റ് പറയാനുള്ള രീതിയിൽ വന്നാണ്. അപ്പോ ചെറിയൊരു വ്ളോഗ് തന്നെ. അപ്പൊ അടുത്തൊരു വ്ളോഗിൽ നമ്മള് പറയുന്നതാണ് എന്താണ് അടുത്ത നമുക്ക് എല്ലാവരും സന്തോഷ വാർത്ത എന്താണ് എങ്ങനെയാണ് എന്തിനൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത വ്ളോഗിൽ പറയണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് നമ്മൾ ഈ കാര്യം നിങ്ങൾക്ക് അറിയിക്കണം. കാരണം നമ്മുടെ ഷോർട്സിട്ടാണ് പിന്നെ ഞങ്ങളെ ചതിക്കാനും പാടില്ലല്ലോ. നിങ്ങൾ എന്താ കുറെ ഒക്കെ ചോദിക്കട്ടെ. അപ്പൊ അത് അറിയിച്ചാനും വേണ്ടി നമ്മൾ ഈ വ്ളോഗ് ഇട്ടത്. അപ്പൊ ഒരു അടുത്തൊരു വ്ളോഗ് എന്തായാലും നല്ലൊരു അടിപൊളി വ്ളോഗ് വരണം. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫർസാന്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇതൊക്കെ എല്ലാം അമർത്തുക. അപ്പൊ ബൈ.